ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. 1-2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നീളത്തിൽ കട്ട് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അതേപോലെ 1 കപ്പ് ക്യാബേജും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ഓവറായിട്ട് കുക്കാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു ടീസ്പൂണോളം സോയാ സോസ്, 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്നാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കാരണം വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് കുക്കാകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമ്മളിത് റോൾ ചെയ്യാൻ പോകുന്നത് പഫ്സ് ഷീറ്റിലാണ്. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പഫ്സ് ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഈ 2 സൈഡ് ഭാഗത്തായിട്ട് മൈദ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഈ ഒരു ഭാഗത്ത് കൂടി മൈദ തേച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അവസാനമായിട്ട് ഈ ഒരു ഭാഗത്തും കൂടിയിട്ട് മൈദ ആക്കുന്നുണ്ട്. ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ മുഴുവനായും ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇതേപോലെ മുഴുവനായും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തൊരളവ് വെച്ചിട്ട് എനിക്ക് ടോട്ടലായിട്ട് 7 എണ്ണമാണ് സ്പ്രിംഗ് റോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുഴുവനായും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ നേരത്തെ ചൂടാകാൻ വെച്ചിരുന്നു. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിന്ന് കോരിയെടുക്കാം. അപ്പോൾ എൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള വെജ് സ്പ്രിംഗ് റോൾ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.